നമസ്കാരം. ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്താൽ വലയുകയാണ് പയ്യന്നൂർ വെള്ളൂർ പ്രദേശത്തിലെ ആളുകൾ. രാത്രികാലങ്ങളിൽ ആളുകൾ തന്നെ നേരിട്ടിറങ്ങി ആഫ്രിക്കൻ ഒച്ചിനെ പിടിച്ച് നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആ വാർത്തയിലേക്ക്. ഈ അധിനിവേശ സസ്യങ്ങളും അധിനിവേശ ജന്തുക്കളും ഈ അടുത്ത കാലത്ത് വളരെ ഗുരുതരമായൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് കേരളത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളിൽ. അത് 1950കളിൽ ഒരു ഗവേഷണത്തിന് വേണ്ടിയിട്ട് പാലക്കാട് എലപ്പുള്ളിയിൽ കൊണ്ടുവന്നിരുന്ന 2 ഒച്ച് 10 രൂപക്ക് വാങ്ങിച്ചിട്ട് ഒരു സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നിരുന്ന ഒരു 2 ഒച്ചുകളിൽ നിന്നാണ് ഇത്രയും വ്യാപിക്കുന്നത്. അപ്പോൾ ഇന്ന് പയ്യന്നൂർ മേഖലകളിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ വ്യാപകമായിട്ട് ഈ ഒച്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ളൊരു വളരെ ശക്തമായിട്ടുള്ളൊരു ക്യാമ്പയിനായിട്ട് ഒന്നിച്ചിട്ട് അതിനെ നശിപ്പിക്കൽ മാത്രമേ വഴിയുള്ളൂ. ഇത് ഏറ്റവും വലിയൊരു അപകടം. മനുഷ്യന് ബ്രെയിനിൽ ഇത് ഈ എലികളിലുണ്ടാവുന്ന ഒരു വേമ്, റാറ്റ് ലെഗ് വേവ് എന്ന് പറയുന്നൊരു വേമ് മനുഷ്യനിലേക്ക് എത്തുമ്പോൾ തലച്ചോറിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. തലവേദനയും അതുപോലെ തന്നെ തലച്ചോറിൽ വെള്ളം നിറയുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള രോഗങ്ങളുണ്ടാക്കും എന്നതാണ് എൻ്റെ ഒരു മാരകമായൊരു പ്രശ്നം. അപ്പോൾ അത് ആ ഒരു മനുഷ്യന് പോലും ഇതിൻ്റെ കൃഷിക്കളം നാശം എന്ന് പറയുന്നത് കാൽസ്യം കൂടുതൽ പുറന്തോട്, വലിയ പുറന്തോടാണ്. 10-40 ഗ്രാമോളമുള്ള പുറന്തോട് ഓരോ ജീവിക്കുള്ളത് കൊണ്ട് തന്നെ കാൽസ്യത്തിൻ്റെ ആവശ്യം കൊണ്ട് ഇത് വൻതോതിൽ ഇപ്പോൾ ചേനയും നമ്മുടെ എല്ലാ വാഴയൊക്കെ രാത്രിയിൽ കൂട്ടമായിട്ട് നശിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ കൃഷിക്ക് നാശം, മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ഇത് പരിഹരിക്കാനുള്ള ശേഖരിച്ചിട്ട് നശിപ്പിക്കുക എന്നതാണ്. തുരിശും പുകയില കഷായം ചെയ്യുക, അതുപോലെ ഉപ്പിട്ടിട്ടൊക്കെ നശിപ്പിക്കാൻ പാടില്ല. ഉപ്പിനേക്കാൾ നല്ലത് മറ്റൊരു സംഭവങ്ങളാണ്. വലിയ തോതിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ആണ് ഏറ്റവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുപരി നമ്മുടെ ചെമ്പോത്ത് പോലുള്ള പക്ഷികൾ, ചെമ്പോത്ത് അതുപോലെ പന്നി, ഇപ്പോൾ പന്നി ഇതിനെ ധാരാളമായിട്ട് തിന്നുന്നതാണ്. പക്ഷേ നമ്മൾ പന്നിയെ കൊല്ലുവാനുള്ള മിഷനാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പന്നിയിലും പെരിച്ചാഴി അടക്കം ഇതിൻ്റെ വിത്ത് മുട്ടയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെമ്പോത്ത്, മയിൽ, അതുപോലെ കോഴി, താറാവ് ഇതൊക്കെ ഇതിനെ തിന്ന് നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പോൾ കോഴിയുടെ ഇറച്ചി തിന്നുകൊണ്ടും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വളർത്ത് മൃഗങ്ങളിൽ കോഴിയും വളർത്ത് പക്ഷികളിൽ കോഴിയും താറാവും ഒക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കുന്നതിൽ ഒരു പരിധിവരെ പറ്റും. അതിലുപരി നമ്മുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ തിരിച്ചു കിട്ടുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതിന് ചെയ്യേണ്ടിരുന്ന, നമുക്ക് മനുഷ്യൻ ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യങ്ങൾ.